യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ചായിരുന്നു. നമ്മൾ അന്നൊരു നിഗമനത്തിലെത്തി. സഭയിലെയും സഭയുടെ മക്കളുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വരുമെന്നും നമ്മൾ അതിൽ ഇടപെടേണ്ടി വരുമെന്നും വേണ്ടി വന്നാൽ ന്യായമായ രീതിയിലൂടെ സമരങ്ങൾ പോലും നടത്തേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മൾ ഈ എപ്പിസോഡിൽ നമുക്കിന്ന് ഒരു ചോദ്യവുമായിട്ട് ആരംഭിക്കാം. ചോദ്യകർത്താവ് പേര് ജോയ് ജോസഫ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊല്ലമാണ്. ചോദ്യം ഇതാണ്: രൂപത അധ്യക്ഷന്മാരായ മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അവരുടെ യോഗ്യതകളെക്കുറിച്ചും അറിയുവാൻ താല്പര്യമുണ്ട്. അതൊന്ന് വിശദീകരിക്കാം. സഭയുടെ ആരംഭത്തിൽ വൈദികരാണ് മെത്രാന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികർ മെത്രാന്മാരായിട്ട് നിയമിക്കുന്നതും അതുപോലെ തന്നെ നിയമനത്തിന് അംഗീകാരം കൊടുത്തിരുന്നതും അയൽ രൂപതകളിലെ മെത്രാന്മാരാണ്. ഇതാണ് സഭയുടെ ആരംഭത്തിലുള്ള ഒരു പതിവ്. മെത്രാന്മാരെ രൂപതയിലെ വൈദികരെ തിരഞ്ഞെടുക്കുന്നു. സമീപ രൂപതകളിലെ മെത്രാന്മാർ ഇതിന് അംഗീകാരം നൽകുന്നു. അവരുടെ കൈവയ്പ് വഴി മെത്രാൻ പദവിയിലേക്ക് ഇവരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് നിഖ്യ സൂനകദോസിൻ്റെ കാലഘട്ടത്തിൽ, അത് AD 325 സഭ കുറച്ചുകൂടി ഒക്കെ വളർന്നു. അലക്സാണ്ട്രിയ, റോം, അതുപോലെ തന്നെ അന്ത്യോക്യ, ഈ ദേശങ്ങളിൽ, ഈ പ്രദേശത്തൊക്കെ സഭയ്ക്ക് കേന്ദ്രങ്ങളുണ്ടായി എന്നുള്ളതാണ്. അന്ത്യോക്യ കേന്ദ്രമായിട്ട്, അലക്സാണ്ട്രിയ കേന്ദ്രമായിട്ട്, റോം കേന്ദ്രമായിട്ട് സഭ ഇങ്ങനെ വളർന്നു. അപ്പോൾ അങ്ങനെ വളർച്ച പ്രാപിച്ച ആ അവസരത്തിൽ മെത്രാന്മാരെ നിയമിക്കുന്നതിന് ഈ 3 കേന്ദ്രങ്ങളിലെയും സഭാകേന്ദ്രങ്ങളിലെയും മെത്രാപ്പോലിത്താമാരുടെ അംഗീകാരം ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഏത് അലക്സാണ്ട്രിയയുടെ ഇതിൻ്റെ കീഴിലുള്ളതാണെന്നുണ്ടെങ്കിൽ അലക്സാണ്ട്രിയയിലെ മെത്രാപ്പോലിത്തായുടെ അംഗീകാരം ആവശ്യമാണ്. അതുപോലെ തന്നെ റോമിലെ മെത്രാൻ്റെ അംഗീകാരം ആവശ്യമാണ്. അന്ത്യോക്യയിലെ, ഇങ്ങനെയായിരുന്നു പിന്നീട് വരുന്നത്. പിന്നീട് മധ്യകാലഘട്ടത്തിൽ മെത്രാന്മാരുടെ നിയമനത്തിൽ ചില രാഷ്ട്രീയ അധികാരികളുടെ അംഗീകാരം കൂടി, ചിലയിടങ്ങളിൽ രാഷ്ട്രീയ അധികാരികളുടെ അംഗീകാരം കൂടി ആവശ്യമായിട്ട് വരുന്നു. അതുപോലെയുള്ള നിയമങ്ങൾ അവിടെ നടപ്പാക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കൂടി രാഷ്ട്രീയ അധികാരികളുടെ അംഗീകാരം വേണം എന്നുള്ളത് അത് പരിപൂർണമായിട്ട് എടുത്തു മാറ്റി എന്നുള്ളതാണ്. അതായത് 1917 കാനൺ നിയമസംഹിത പ്രകാരം ഇത് എടുത്തു മാറ്റിയെങ്കിലും ചില രാജ്യങ്ങളിൽ ഈ പറയുന്ന ഒരു കൺസെൻറ്റ് പിന്നീട് തുടർന്നു. പക്ഷേ രണ്ടാം വത്തിക്കാൻ സൂനകദോസോടുകൂടി ഏതെങ്കിലും ഒരു സിവിൽ ഭരണകൂടത്തിൻ്റെ അംഗീകാരം ആവശ്യമായിരുന്നെങ്കിൽ അതും പരിപൂർണമായിട്ട് മാറ്റപ്പെട്ടു. മറ്റ് ഒരു ബാഹ്യമായിട്ടുള്ള ശക്തികൾക്കും മെത്രാൻ്റെ നിയമനത്തിൽ അവകാശം ഇല്ല, കൈകടത്താനായിട്ട് അവകാശമില്ല എന്നുള്ളതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ചൈനയിൽ ഇങ്ങനെ അവർ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലാത്തൊന്നും അങ്ങനെ ശരിയാണ്? ഉണ്ട്, അത് ശരിയാണ്. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഒരു സഭയുണ്ട്, ഒരു കത്തോലിക്ക സഭ എന്ന് തന്നെയാണ് അവർ, ചൈനീസ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അത്
ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് വത്തിക്കാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു സഭ. അപ്പോൾ ആ ഒരു സഭയ്ക്ക് ഉള്ള അത് ഗവൺമെൻറ്റാണ്. പക്ഷേ അവരംഗീകരിക്കുന്ന അവർ നിയമിക്കുന്ന മെത്രാന്മാർ സഭ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ അങ്ങനെ അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെയായിരിക്കും. എങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്, സഭയുടെ തന്നെയാണ്. പക്ഷേ അല്ലാതെ കത്തോലിക്ക സഭയുടെ അനുവാദത്തോടു കൂടിയുള്ള കത്തോലിക്ക സഭ അവിടെ നിലകൊള്ളുന്നുണ്ട്. പക്ഷേ അത് എന്താണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതിൽ, അതായത് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരമില്ലാതെ തന്നെ സഭ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ? എന്തോ ചൈനയിലാണത് അങ്ങനെയാണ് കേട്ടിട്ടുള്ളതാണ് ചോദിച്ചത്. മറ്റൊരു ചോദ്യം, ഏത് സാഹചര്യങ്ങളിലാണ് ഒരു പുതിയ മെത്രാനെ തിരഞ്ഞെടുക്കുക, വാഴിക്കുക? അതിന് പല സാഹചര്യമുണ്ട്. ഒരു പുതിയ മെത്രാനെ വാഴിക്കാനായിട്ടുള്ള പല സാഹചര്യമുണ്ട്. അതിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പുതിയതായിട്ടൊരു രൂപം കൊള്ളുമ്പോൾ ആ രൂപത അധ്യക്ഷനായിട്ട് ഒരു മെത്രാനെ നിയമിക്കേണ്ടതായിട്ട് വരും. വേറൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ രൂപതയിലെ മെത്രാൻ്റെ മരണം, രൂപതാധ്യക്ഷനായിട്ടുള്ള മെത്രാൻ്റെ മരണം അല്ലെങ്കിൽ രാജി, ഈ പ്രായാധിക്യം മൂലമുള്ള ഒരു ഇതുണ്ട്. ഇത്ര വയസ്സ് ആകുന്നത് വരെ നമുക്കറിയാമല്ലോ, 75 വയസ്സ് വരെയാണ് ഇതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് രാജിവെക്കണമെന്നുള്ളതാണ്. മാർപ്പാപ്പ രാജി അംഗീകരിക്കുകയോ കുറച്ച് നാളും കൂടെ തുടരാനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം. ഈ 75 വയസ്സെന്നുള്ള കമ്പൽസറിയാണ്? അതെ, അതൊരു കമ്പൽസറിയാണ്. ഇപ്പോൾ 75 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കും. എൻ്റെ പ്രായം 74 ആയിരിക്കുന്നു, അല്ലെങ്കിൽ 75 ആകാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. അവർക്കും അറിയാം, വത്തിക്കാനും ഒക്കെ അറിയാം. അതിനുശേഷമാണല്ലോ പുതിയൊരാളെ നിയമിക്കുന്നത്. അപ്പം പ്രായത്തിൻ്റെ വരുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം. പിന്നെ അനാരോഗ്യം, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അനാരോഗ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അതിനൊരു കാരണമാകാം ഈ പുതിയൊരു മെത്രാനെ തിരഞ്ഞെടുക്കുന്നത്. വേറൊരു കാരണം, ഒരു മെത്രാനെ ഒരു ഇതിൽ നിന്ന് രാജിവെപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ പദവിയിൽ നിന്നും രൂപത ഭരണത്തിൽ നിന്നൊക്കെ രാജിവെൽപ്പിക്കുന്നു, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതും ഒരു കാരണമാകാം. പിന്നെ വേറൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു രൂപതയുടെ അധ്യക്ഷന് സഹായമെത്രാനെ നൽകേണ്ടതായിട്ട് വരും. അദ്ദേഹത്തെ രൂപതാ ഭരണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട്. അതും മെത്രാൻ്റെ നിയമനത്തിന് അല്ലെങ്കിൽ മെത്രാൻ പദവിയിലേക്ക് ഒരാളെ വാഴിക്കുന്നതിന് കാരണമായിത്തീരുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ വത്തിക്കാൻ ഡിപ്ലോമസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വത്തിക്കാൻ ഡിപ്ലോമാറ്റായിട്ട് ഉള്ള പ്രതിനിധികളെയൊക്കെ അയക്കുന്ന ഒരു ഇതായിട്ടുള്ള ചിലരെയൊക്കെ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് കോറിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ ചിലരെ മെത്രാനായിട്ട് നിയമിക്കുന്നു. മെത്രാന്മാർ തന്നെയാണോ അത് മിക്കവാറും? ഇപ്പോൾ ഉദാഹരണമായിട്ട് നുൻഷ്യോമാരെല്ലാം മെത്രാന്മാരാണ്. അപ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ വത്തിക്കാൻ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന, നമുക്കറിയാമല്ലോ പല കോൺഗ്രിഗേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡിക്കാസ്ട്രി എന്നാണ് ഇപ്പോഴത് അറിയപ്പെടുന്നതെന്നും നമ്മൾ ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ അതിലെ ഹെഡുകളും അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരായിട്ടുള്ളവരും തന്നെ മെത്രാന്മാരാണ്. അപ്പോൾ ഇതും അപ്പോൾ അവർക്ക് രൂപതയില്ലെന്ന് മാത്രമേ ഉള്ളൂ. രൂപതാധ്യക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ നിയമന സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പടിയിലേക്ക് വരുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളിലെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. അത് ഈ മെത്രാന്മാരുടെ നിയമനം എന്ന് പറയുന്ന ആ ഒരു വലിയ സങ്കീർണമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അത്ര എളുപ്പമുള്ള ഒരു നടപടിക്രമമല്ല വാസ്തവത്തിൽ. അപ്പോൾ അതിൽ പടിപടിയായിട്ടുള്ള ഒരിതാണ്. ഒരാളല്ല നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ്, ഒരു ക്രമമുണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത്, ഇപ്പം അതിൽ വരുമ്പോഴത്തേക്ക് നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ നിശ്ചയിക്കുന്നതാണ്, പറയേണ്ടതാണ്. ലത്തീൻ സഭയിലും അതുപോലെ തന്നെ പൗരസ്ത്യ സഭകളിൽ മെത്രാൻ നിയമനത്തിൽ അല്പ വ്യത്യാസമുണ്ടെന്നുള്ളതാണ്. നടപടിക്രമത്തിൽ അല്പ വ്യത്യാസമുണ്ട്. ലത്തീൻ സഭയിലും അതുപോലെ തന്നെ പൗരസ്ത്യ സഭകളിലും. നമുക്കറിയാം ലത്തീൻ സഭ റീത്ത് 1, 23 പൗരസ്ത്യ വ്യക്തിസഭകളുണ്ട്. അപ്പോൾ അവിടെ നിയമനത്തിൽ നടപടിക്രമത്തിൽ അല്പം വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ലത്തീൻ സഭയിൽ ഉള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൽ
യോഗ്യരായിട്ടുള്ള വൈദികരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, നിയമിക്കപ്പെടുന്നത്. യോഗ്യരായ വൈദികരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഈ യോഗ്യരായ ലിസ്റ്റ് ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു യോഗ്യത എന്നറിയണ്ടേ? എന്തെല്ലാം യോഗ്യതകളാണ് ഒരു മെത്രാൻ ഉണ്ടായിരിക്കേണ്ടത്? അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് യോഗ്യത, ആ യോഗ്യത എല്ലാ പൗരസ്ത്യ സഭയിലാണെങ്കിലും ശരി, പാശ്ചാത്യ സഭ, ലത്തീൻ സഭയിലാണെങ്കിലും ശരി, ഒരേ യോഗ്യതയാണ്. അപ്പോൾ അതിൽ യോഗ്യതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസത്തിലും ധാർമ്മികതയിലും അടിയുറച്ചവരും വിവേകവും ഭക്തിയും ആത്മാക്കളുടെ രക്ഷയിലുള്ള തീഷ്ണതയും ഉള്ളവരും മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരും മാതൃകാപരമായിട്ടുള്ള വൈദിക ജീവിതം നയിക്കുന്നവരും മെത്രാൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ, ദൗത്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ദൗത്യം, മെത്രാൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് കഴിവുള്ളവരും പ്രാപ്തരായവരും ആയിരിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വിശ്വാസ തീഷ്ണത, വിശ്വാസത്തിലും ധാർമ്മികതയിലൊക്കെ അടിയുറച്ച ആളുകളായിരിക്കണം. അതുപോലെ തന്നെ വിവേകവും ഭക്തിയും ആത്മാക്കളുടെ രക്ഷയിലുള്ള ശുഷ്കാന്തിയും ഉള്ളവരും, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാക്കളുടെ രക്ഷയിലുള്ള ശുഷ്കാന്തി. അതുപോലെ തന്നെ മാതൃകാപരമായിട്ട് ബ്ലെയിംലെസ് ആയിരിക്കണം, മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ മെത്രാൻ്റെ ആ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. മെത്രാന്മാരുടെ ദൗത്യം പ്രായപരിധി ഉണ്ട് അങ്ങനെ, അപ്പോൾ അതേക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് യോഗ്യത എന്ന് പറയുന്നത് മാനദണ്ഡം. അതിൽ തന്നെ ഉള്ളതാണ് വിശ്വാസികളുടെ ഇടയിൽ നല്ല കീർത്തിയുള്ളവർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും വ്യക്തിപരമായിട്ട്, പക്ഷേ വിശ്വാസികളുടെ ഇടയിൽ രണ്ടാമത്തേത് നല്ല കീർത്തിയുള്ള, സൽകീർത്തിയുള്ളവരായിരിക്കണം, സൽപ്പേരുള്ളവനായിരിക്കണം രണ്ടാമത്തേത്. മൂന്നാമത്തേത് അവിവാഹിതരായിരിക്കണം. അതായത് വിവാഹം എന്ന ഉടമ്പടിയിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രായപരിധിയെക്കുറിച്ചാണ്. 35 വയസ്സ് തികഞ്ഞവരായിരിക്കണം. 35 വയസ്സ്, അതായത് അതിൽ കുറവുള്ളവർ പറ്റത്തില്ല, അതിലളവില്ല. അതൊരു കാര്യത്തെക്കുറിച്ച്. ഇനി മറ്റൊരു കാര്യം, പൗരോഹിത്യത്തിൽ 5 വർഷം എങ്കിലും പൂർത്തിയായിരിക്കണം. പൗരോഹിത്യ ജീവിതത്തിൽ 5 വർഷമെങ്കിലും പൂർത്തിയായിരിക്കണം. പിന്നീട് മറ്റൊരു കാര്യം, ദൈവശാസ്ത്രത്തിൽ ഉപരിജ്ഞാനമുള്ളവരായിരിക്കണം. അതായത് വൈദിക പരിശീലന സമയത്ത് പഠിച്ച വിജ്ഞാനീയം മാത്രമല്ല, കുറച്ചുകൂടി ഒക്കെയുള്ള ഉപരിജ്ഞാനം, പ്രത്യേകിച്ച് കാനൺ നിയമം, ബൈബിള് തുടങ്ങിയ ഡോഗ്മ തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടറേറ്റോ ലൈസൻഷിയേറ്റോ ഒക്കെ ഉള്ളവരായിരിക്കണം എന്നുകൂടി ഒരു നിർദ്ദേശമുണ്ട്. അതൊരു എസെൻഷ്യൽ ക്വാളിറ്റി. അത് എസെൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാത്തവരും ഉണ്ട്. ഒരുപാട് അങ്ങനെയുള്ള ആളുകൾ മെത്രാന്മാരായിട്ടുണ്ടല്ലോ, നിയമിക്കപ്പെടും നമ്മുടെ കേരളത്തിൽ തന്നെ. കേരളത്തിലും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അവരും വാസ്തവത്തിൽ നമ്മളിപ്പം ഈ ഡോക്ടറേറ്റ് ലൈസൻഷിയേറ്റും ഒക്കെ ഇല്ലെന്ന് മാത്രമേ കാണുള്ളൂ. ദൈവശാസ്ത്രത്തിലൊക്കെ കൂടുതൽ ഉപരിയായിട്ടുള്ള വിജ്ഞാനം അവർക്ക് തീർച്ചയായിട്ടും സെമിനാരി പഠിച്ചത് മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് ആഴപ്പെട്ടിട്ടുണ്ടാകാം. തനതായിട്ടുള്ള പഠനം കൊണ്ടുമൊക്കെ വായന കൊണ്ടുമൊക്കെ ആഴപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇങ്ങനെ ഒരു നിബന്ധന പിന്നീട് വാസ്തവത്തിൽ കൊണ്ടുവന്നതാണിത്, ഡോക്ടറേറ്റ് എന്ന് ലൈസൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നൊരു കാര്യം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയുടെ വിശ്വാസം തെറ്റുകൂടാതെ പഠിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വം രൂപത അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവശാസ്ത്രത്തിൽ ശരിയായിട്ടുള്ള ഒരറിവ് അനിവാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ കാര്യത്തിലെക്കുറിച്ച് ബൈബിള് വ്യാഖ്യാനിക്കുക, പ്രബോധിപ്പിക്കുക എന്നുള്ള കാര്യം ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഈ സെമിനാരികളിലെ പ്രൊഫസർമാരെയൊക്കെ പലപ്പോഴും മെത്രാന്മാരായിട്ട് വാഴിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഈ അജപാലന ദൗത്യത്തിൽ അവരെക്കാൾ ഒരുപാട് മിടുക്കന്മാരായ അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ളത് പലപ്പോഴും ഇടവകകളിൽ ഈ ശുശ്രൂഷ ചെയ്തിട്ടുള്ള
വൈദികരെ മെത്രാന്മാരായിട്ടുള്ള പലപ്പോഴും ഒരുപാട് വ്യക്തികളെ പ്രായോഗികമായ രീതിയിൽ കണ്ടിട്ടുള്ളത്. അതൊരു എടുത്തു പറയത്തക്ക ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിനായിട്ട് ബന്ധപ്പെട്ടു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ചൊരു വിധി പറയാനായിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു തീർപ്പ് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരുപക്ഷെ ശരിയായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരികളിൽ ദീർഘകാലം പഠിപ്പിച്ചിരുന്നവർ ആണെങ്കിൽ അവരൊരു കൂടുതലായിട്ടുള്ളൊരു താത്വികമായിട്ടുള്ള ഒരു തലത്തിൽ, ഒരു തിയറട്ടിക്കലായിട്ടുള്ള ഒരു തലത്തിലൊക്കെ കൂടുതലായിട്ട് വ്യാപരിക്കുന്നവരാണ്. പക്ഷേ അവർ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട അജപാലന കാര്യങ്ങളുമായിട്ട് അങ്ങനെ കൂടുതലായിട്ട് ബന്ധപ്പെടുന്നവരല്ല. അതിനുള്ളൊരു സാഹചര്യമോ ഒന്നും ഉണ്ടാവില്ല. അതായത് ആടുകളുടെ മണം അറിയുന്ന ഇടയന്മാരെന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ അത് കുറവുണ്ടായിരിക്കാം. പക്ഷേ അതുമാത്രം, പക്ഷേ അവർക്ക് എന്താണ് മറ്റ് ക്രൈസ്തവ പുണ്യങ്ങൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ വാസ്തവത്തിൽ ഒരു ഇടയന് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുള്ളവർ ഈ പറയുന്ന സെമിനാരികളിൽ പഠിപ്പിക്കുന്ന ആളുകളിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇടവകയിൽ ഒരുപാട് ആളുകൾ വയ്ക്കുമ്പോൾ ആളുകളായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഒരുപാട് ഉണ്ട്, അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഞാൻ പലപ്പോഴും എന്നെ ചോദിച്ചുള്ളത്, ഇപ്പോൾ തൃശ്ശൂർ ബിഷപ്പായിരുന്ന കുണ്ടുകുളം, എല്ലാവർക്കും അത്രമാത്രം സ്നേഹമുള്ള പിതാവ്, ശരിക്കും അക്ഷരാർത്ഥത്തിൽ പിതാവ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള, അതുപോലെ തൂങ്കുഴി പിതാവ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉപരിവിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എന്നാലും അദ്ദേഹം ഒരു കുറേ നാളൊക്കെ ഇടവകയിലേക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ വാസ്തവത്തിൽ കുറേ നാളെങ്കിലും ഇടവക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അതും കൂടി ഒരു എന്താണ് ഒരു വ്യവസ്ഥ വെക്കേണ്ടത്. അങ്ങനെയുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. കുറച്ച് നാളൊക്കെ സെമിനാറിലൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഇടവകയിലേക്ക് വരുന്ന വൈദികര്, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരുപാട് ഇതുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേസമയം ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യാതെ ജീവിതകാലം മുഴുവനും സെമിനാരിൽ നിന്നുള്ള വന്ന ഒരാളുടെ നേരെ മെത്രാന്മാരായിട്ട് വാഴിച്ച കേസുകൾ ഉണ്ട്. പക്ഷെ അവിടെ അത്രമാത്രം വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഈ ഉപരി വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നൊരു കാര്യം ഈ അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വന്നിരിക്കുന്നുള്ളതാണ്. അപ്പം അതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് തുടരാം നമ്മുടെ ഇതിനകത്ത്. അപ്പം ഇങ്ങനെ യോഗ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ആദ്യമായിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ് ആദ്യ പടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റിൽ ആരൊക്കെ പെടുത്താം? രൂപതാ വൈദികരെയും പെടുത്താം, സന്യസ്ത വൈദികരെയും പെടുത്താം, അങ്ങനെ രണ്ടുപേരും. അച്ഛോ, ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും ഈ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു മെത്രാന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതൊന്ന് നമുക്ക് ഒന്ന് ഈ ശ്രോതാക്കളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത് നല്ലതല്ലേ? അതൊന്ന് വായിച്ചോളൂ. അപ്പോൾ കാരണം അവിടെ പറയുന്ന ചില കാര്യങ്ങളും നമുക്കൊന്ന് ചിന്തിക്കേണ്ട. കാരണം ഏകഭാര്യയുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന മുഴുവൻ അത് മാത്രമല്ലല്ലോ, ഏകഭാര്യയുടെ ഭർത്താവ് അതും കൂടി പറയുന്നത്. കാരണം അതൊരു പലപ്പോഴും സംശയമുണ്ട് ആൾക്ക്, എന്താണ് അങ്ങനെ പറയുന്നത്. 1 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളിലാണ്, മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ്. മെത്രാൻ ആരോപണങ്ങൾക്കതീതനും ഏകഭാര്യയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത്. സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം. അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ സാറ് പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല ഉള്ളത്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ മെത്രാൻ നിയമനത്തിന് വേണ്ട യോഗ്യതകൾ ഒരു 6 പറഞ്ഞു. അതിൽ പലതും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ആരോപണങ്ങൾക്ക് അതീതനും എന്ന് പറയുന്ന ഒരു കാര്യം. അവർ മാൻ ഓഫ് ക്യാരക്ടർ ആയിരിക്കണം. അവന് അതുകൊണ്ട് മാതൃകാപരമായിട്ട് ജീവിതം നയിക്കുന്നവർ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ഈ യോഗ്യതയെക്കുറിച്ച് പറയുന്നത്. ആരോപണങ്ങൾക്ക് അതീതനും ഏകഭാര്യയുടെ ഭർത്താവും
എന്ന് പറയുമ്പോൾ സാറേ അതുകൊണ്ട് ചോദിക്കാനായിട്ട് വന്നു. അത് ഒരു കമ്മിറ്റ്മെന്റ് എന്നല്ലേ അർത്ഥം? ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ പറയുന്നൊരു കാര്യം വിവാഹിതനായിരിക്കണം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അർത്ഥമാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ അല്ലാതെ കമ്മിറ്റ്മെന്റ്, അതായത് അന്ന് ആരംഭകാലത്ത് നമുക്കറിയാം മെത്രാന്മാരായിട്ടുള്ളവർക്ക് കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു ചിലർ. ഉദാഹരണമായിട്ട് നമ്മുടെ വിവാഹിതനായിട്ടുള്ള ഒരാളായിരുന്നു വിശുദ്ധ പത്രോസ്ലീഹ, നമുക്കറിയാം. അദ്ദേഹം മെത്രാനാണ്, മാർപ്പാപ്പയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആരംഭഘട്ടത്തിൽ. അപ്പോൾ ഇത് എഴുതുമ്പോഴും തിമോത്തിക്ക് എഴുതുന്ന ലേഖനത്തിൽ ഈ എഴുതുന്ന അവസരത്തിൽ അങ്ങനെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഏകഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലരെങ്കിലും അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പം പല ഭാര്യമാരുള്ളവരുണ്ടായിരുന്ന ആ സമയത്ത് ക്രൈസ്തവരുടെ ഇടയിൽ. അപ്പോൾ ഇയാൾക്ക് ഒരു ഭാര്യയെ ഉണ്ടാകാവുള്ളൂ, ഏകഭാര്യയുടെ ഭർത്താവും എന്നുള്ള ആ വസ്തുത്തിൽ ആ ഒരു വ്യാഖ്യാനം ശരിയല്ല. അതിപ്പോൾ ആ സഭയിൽ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്ക് പല ഭാര്യമാരുണ്ടാകുന്ന ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പതിവ് സഭയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാൻ ഓഫ് വൺ വുമൺ, അത് പല സ്ത്രീകളുണ്ടാകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം, ഭാര്യയോട് വിവാഹ ജീവിതാവസ്ഥയോട് വിശ്വസ്തനായിരിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് വസ്തുതയിൽ അർത്ഥമാക്കുന്നൊരു കാര്യം. വിവാഹം കഴിച്ചിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തയോടുകൂടി ആയിരിക്കണം. അതിന് കാരണവും പറയുന്നുണ്ട്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സഭയോട്, കുടുംബം നന്നായിട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആളുകൾക്ക് മാത്രമേ സഭയെ നന്നായിട്ട് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സംയമനം പാലിക്കുന്നവനായിരിക്കണം എല്ലാ കാര്യത്തിലും. വിവേകിയും, പറഞ്ഞ വിവേകത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ പോകുമ്പോൾ ഇത് തന്നെയാണ് കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പം മാതൃകാപരമായിട്ട് ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത് ആദ്യപടിയുടെ. ഇനി ആരാണ് എപ്പോഴാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏതായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. തുടർന്ന് നമുക്കിപ്പോൾ ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയിലെ മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അവരുടെ യോഗ്യതകളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയതാണ്. അത് പൂർത്തിയായിട്ടില്ല. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഇന്ന് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ പേരിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, സഭയെക്കുറിച്ചുള്ള സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.